എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചിത ഓട്ടോ ഒക്കെ ക്യാൻസൽ ചെയ്തു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് കൊച്ചു വർത്തമാനം ഒക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ലക്ഷ്മിയമ്മയുടെ നെഞ്ചിൽ തീയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ സച്ചി ആണെങ്കിൽ ഭക്ഷണം കഴിച്ചില്ലേ, ഇനിയെങ്കിലും നീ അവനെ ഒന്ന് പറഞ്ഞു വിടേണ്ട രേവതി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മിയമ്മ രേവതിയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. എൻ്റെ അമ്മ, അദ്ദേഹത്തോട് ഞാൻ എങ്ങനെ ഇവിടുന്ന് പോവാൻ പറയുന്നത്? സാധാരണ മരുമക്കളൊക്കെ വീട്ടിൽ വന്ന് നിൽക്കാനല്ലേ അമ്മമാരൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് എൻ്റെ അമ്മ മാത്രം എന്താ ഇങ്ങനെയെന്ന് രേവതി ചോദിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, നിനക്കറിയാലോ നിന്റെ അമ്മായിയമ്മയുടെ സ്വഭാവം. അതിന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. എടി, അവരെങ്ങാനും സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡിൽ ഇവിടെ പറഞ്ഞെത്തുമെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ പറഞ്ഞ് നാവ് വായിലേക്ക് വെച്ചതേ ഉള്ളൂ. അപ്പം തന്നെ നമ്മുടെ ലക്ഷ്മിയമ്മയുടെ ഫോണ് റിങ് ചെയ്യാൻ തുടങ്ങി. ഫോൺ എടുത്ത് നോക്കുമ്പോഴാണെങ്കിലോ, ദൈവമേ, ചന്ദ്രമതി അടി വിളിക്കുന്നത്. എന്ത് പറയാനാണാവോ, എനിക്ക് പേടിയായിട്ട് വയ്യാന്നും പറഞ്ഞ് ലക്ഷ്മിയമ്മയാണെങ്കിൽ ഫോൺ എടുത്തു. അല്ല ലക്ഷ്മി, സച്ചി അവിടെ വന്നോ എന്ന് ചോദിക്കുമ്പം ആ വന്നായിരുന്നു ചേച്ചി. എന്താ വിളിച്ചേ? അതെ, സച്ചി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ മര്യാദക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്. നിങ്ങൾക്ക് എന്തെങ്കിലും മര്യാദയുണ്ടോ? പെണ്ണിനെ ആടി മാസമാണെന്നും പറഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് നിൽക്കരുതെന്നും പറഞ്ഞല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ വിട്ടത് രേവതിയെ. എന്നിട്ട് മകനെ വിളിച്ച് അവിടെ നിർത്തുന്നത് മര്യാദയാണോ എന്ന് ചോദിച്ചു. അപ്പം ലക്ഷ്മിയമ്മയാണെങ്കിൽ അത് സച്ചി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. അവനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നും നിങ്ങൾക്കില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതിയെന്നും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ് ചന്ദ്രമതി. അപ്പം ലക്ഷ്മി ആണെങ്കിലോ, ചേച്ചി ഇപ്പം തന്നെ അവൻ ഇറങ്ങുകയാണ്, അവൻ്റെ രാത്രിയിലെ ഭക്ഷണമൊക്കെ കഴിച്ചു, അവൻ ഈ രാത്രി അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് പറഞ്ഞിട്ടും നമ്മുടെ ചന്ദ്രമതി അടങ്ങുന്നില്ല. അപ്പോൾ ഉടനെ രേവതി പറഞ്ഞു, അതെ മോൻ ഇവിടെ ഉണ്ട്, ഒരു കാര്യം ചെയ്, മോന് നേരിട്ട് വിളിച്ച് തന്നെ അമ്മ തന്നെ സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ ഒന്നുകൂടെ ദേഷ്യമായി. ചന്ദ്ര ദേഷ്യപ്പെട്ട് ഫോൺ വെക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ദൈവമേ, ഈ ചെറുക്കൻ അവിടെ തന്നെ നിൽക്കുകയാണല്ലോ, താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇവരെ സെപ്പറേറ്റ് ആക്കാനായിട്ടൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ചന്ദ്ര ഭയങ്കര നിരാശയിലിരിക്കുക. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിലോ രേവതിയെ വിളിക്കുകയാണ്. രേവതി, എടി, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഒരു പായ ഇവിടെ വിരിക്കാമോ എന്ന് ചോദിക്കുക. അത് സച്ചിയേട്ടാ, ഞാൻ ഇപ്പൊ വിരിക്കാമല്ലോ. അങ്ങനെ രേവതി പായ എടുക്കാൻ പോകുന്ന സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു, മോനെ, അകത്തൊക്കെ ഭയങ്കര ചൂടാടാ, നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, അവിടെ നല്ല സുഖമായിട്ട് മോന് കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് പറഞ്ഞു. ഏയ്, അതൊന്നും സാരയില്ലമ്മേ, അമ്മ ഒരു കാര്യം ചെയ്യും, ഇതിങ്ങ് തന്നെ, പായിങ്ങ് തന്നെ, ഞാൻ ടെറസിൽ പോയി കിടന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിത ടെറസിൽ പോയി കിടക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ഗജാനന്ദന്റെ ഗുണ്ടകളൊക്കെ വെളിയിൽ വന്നു. അവന്മാരാണെങ്കിൽ സച്ചി അവിടെ ഇല്ല, സച്ചി അവിടെ നിന്ന് പോയെന്നും അതുപോലെ തന്നെ രേവതി പായും തലയണയും ഒക്കെ കൊണ്ട് ടെറസിലേക്ക് പോകുന്നതും കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് അവള് ടെറസിലാണല്ലേ കിടക്കുന്നത്, എന്തായാലും കൊള്ളാം, സൂപ്പറായിരിക്കും, അവളെ ആ ടെറസിൽ നിന്ന് തന്നെ ഇന്നിങ്ങ് പോക്കണമെന്നും പറഞ്ഞു. ഗജാനന്ദന്റെ ഗുണ്ടകളാണെങ്കിൽ ഗജാനന്ദനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞു. അതെ, രേവതി ഇവിടെ വന്നിട്ടുണ്ട്, ആടി മാസത്തിന് അവൾ ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാ, സച്ചി ഇവിടെ വന്നിട്ട് അവൻ തിരികെ പോയി എന്നും കൂടി പറയുമ്പോഴത്തേക്കിനും ഗജാനന്ദന് വലിയ സന്തോഷമായി. എടാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി രാത്രിയായിട്ട് എല്ലാ ആൾക്കാരും ഉറങ്ങിയതിനു ശേഷം അവളെ പോയി ഇന്ന് പൊക്കാന്ന് പറയുക. അപ്പൊ ഈ ഒരു സമയമാണെങ്കിലോ നമ്മുടെ സച്ചി ആണെങ്കിൽ നല്ല സുഖമായിട്ട് ആ ഒരു ടെറസിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അങ്ങനെ നമ്മുടെ രേവതി സച്ചിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. സച്ചിയേട്ടാ, നല്ല കൊതുകുണ്ടല്ലോ, എങ്ങനെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്? അതൊന്നും ഒന്നുമില്ലടി, നീ ഇന്നലെ നല്ലതുപോലെ കിടന്ന് ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉറങ്ങി, ഇപ്പതാ ഈ നിലാവ് നോക്കിയിട്ടാ ഞാൻ ഇന്നിവിടെ കിടക്കാൻ പോകുന്നത്. എന്തായാലും കൊതുകിൻ്റെ നല്ല ശല്യം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു, ഈ കൊതുകൊന്നും ഒരു വലിയ പ്രശ്നമൊന്നും അല്ല, എന്തായാലും നിന്നെ കാണാൻ പറ്റിയല്ലോ, നീ ഉണ്ടാക്കി തന്ന ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ സന്തോഷമായി. അപ്പം ഞാനില്ലാഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ ശരിക്കും അങ്ങ് മിസ് ചെയ്തോ എന്ന് ചോദിക്കുക രേവതി. ഇത് കേൾക്കുമ്പോൾ സച്ചിയാണെങ്കിലോ മിസ് ചെയ്തോന്ന് ചോദിച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുമ്പോഴത്തേക്കിനും രേവതിക്ക് കാര്യം പിടികിട്ടി. അല്ല മോള് പോയി കിടന്നോന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെ സച്ചി അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. ഈ സമയമാണെങ്കിൽ രേവതി പതിയെ നമ്മുടെ സച്ചിയെ ഇങ്ങനെ നോക്കി ആ ഒരു സ്റ്റെയറൊക്കെ ഇറങ്ങി താഴേക്ക് വരിക. അപ്പോൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, ആ ചന്ദ്രമതി രാത്രി എങ്ങാനും കുറ്റിയും പറിച്ച് വരുമോ എന്ന് സംശയമാണല്ലോ, എന്താ ചെയ്യേണ്ടത്, എനിക്ക് ആലോചിച്ചിട്ട് ടെൻഷനായിട്ട് വയ്യാന്നും പറഞ്ഞ്
ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളെ കാണിക്കുന്നത് ഗജാനന്ദനും അവൻ്റെ ഗുണ്ടകളും ഒക്കെ കൂടി അവരുടെ ടെറസിലേക്ക് കയറി വരുന്ന കാഴ്ചയാണ്. രേവതിയാണ് അവിടെ കിടന്നുറങ്ങുന്നതെന്നും അപ്പം രേവതിയെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലൊക്കെയാണ് ഈ കള്ളന്മാരെല്ലാവരും കൂടെ അങ്ങോട്ട് കയറി വരുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം നമ്മുടെ സച്ചി അവരെയൊക്കെ പഞ്ഞിക്കിടുന്ന ആ ഒരു വിഷ്വൽസിനായിട്ട്. അപ്പോൾ നാളെ എന്തായാലും റിയൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുക. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.